ഇത് പണത്തിന്റെ കുന്തളിപ്പാണോ അതോ വൈറലാകാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണോ? കാരണം ഇന്ന് കണ്ടുവരുന്നത് മൊത്തം അത് തന്നെയാണ്. ബസ്സിൽ കയറുക, സ്റ്റോപ്പ് ഇല്ലാത്തടത്ത് നിർത്താൻ പറയുക. ചിലപ്പോൾ പ്രൈവറ്റ് ബസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇല്ലാത്തടത്ത് നമ്മൾ പറഞ്ഞാൽ നിർത്തിത്തരും. അപ്പോൾ KSRTC ബസ്സിൽ കയറിയ ഒരു പെൺകുട്ടി അതിൽ കാണിച്ച അക്രമമാണ് ഈ കണ്ടത്. അതായത് ഫ്രണ്ട് ഗ്ലാസ് അങ്ങ് തല്ലി പൊട്ടിച്ചു കളഞ്ഞു. കാരണം എന്താ? ഇവർ പറഞ്ഞെടുത്ത് ബസ് നിർത്തിയില്ല പോലും. ഇവരാരാ? കേരളത്തിലെ മുഖ്യമന്ത്രിയോ അതോ നമ്മുടെ ഈ ഇന്ത്യയിലെ തന്നെ പ്രധാനമന്ത്രിയോ? അല്ല, ഇനിയിപ്പോൾ അതുക്കും മേലെ വല്ല ആളാണോ ഈ ബസ്സിലങ്ങോട്ട് കയറിയിട്ട് ഇന്നടുത്ത് ഞാൻ പറയുന്നിടത്ത് നിർത്തണം എന്ന് പറയാനായിട്ട് ഇവരാരാ? അല്ല, ഇനി വീട്ടിൻ്റെ വാതൊക്കെ കൊണ്ടിറക്കണം എന്ന് പറയാഞ്ഞത് ആരുടെയോ മഹാഭാഗ്യം. അപ്പം എന്തായാലും പെൺകുട്ടി ഇതിനകത്ത് കയറി നല്ല കസറിയിട്ടുണ്ട്. കാരണം നിർത്താൻ പറഞ്ഞു, ഡ്രൈവർ പറഞ്ഞു നിർത്തില്ല, കണ്ടക്ടർ പറഞ്ഞു ഇവിടെ നിർത്തില്ല, കാരണം സ്റ്റോപ്പില്ല, അടുത്ത സ്റ്റോപ്പ് ആയാൽ ഉടനെ സ്റ്റോപ്പിൽ നിർത്തും, അപ്പോൾ അവിടെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. പെൺകുട്ടി ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുന്ന ആളാകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്തിട്ട് വീഡിയോ പകർത്തുന്നു. നേരെ അവിടെ സ്റ്റാൻഡിലേക്ക് പോകണം. അവിടെ വാക്കി പോയി നിങ്ങൾക്ക് ഇവിടെ ഷോപ്പ് ഉണ്ടായിട്ട് തിരക്കും. നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടായിട്ട് തിരക്കുള്ളൂ. ഷോപ്പില്ല ഇതിന്. വണ്ടി സ്റ്റേഷനിലേക്ക് പോകണം. സ്റ്റേഷനിൽ ബാക്കി വണ്ടിയുടെ ഗ്ലാസ് അടിക്കാൻ വേണ്ടി വണ്ടിക്ക് ഷോപ്പ് നിർത്താവുള്ളൂ. ഇപ്പം ഇതൊരു ട്രെൻഡാണല്ലോ. എന്ത് കണ്ടാലും ഉടനെ തന്നെ ഫോൺ എടുക്കുക, വീഡിയോ പിടിക്കുക. അപ്പോൾ ഇങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചിലപ്പോൾ ചിലർ പേടിക്കുമായിരിക്കും, പറയുന്ന കാര്യങ്ങൾ നടക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണോ ഇനി ഈ നമ്മുടെ ദീപക് ഷിംജിത വിഷയം പോലെ ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയ പ്രഹസനമാണോ ഇതെന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എടുത്തു പറയാനായിട്ട് ഈ പെൺകുട്ടിയുടെ കയ്യിലുള്ള ഈ ബാഗ് 25,000 രൂപയോളം വില വരുന്ന ഒരു ബാഗാണ് ഈ പെൺകുട്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയ വില കൊടുത്ത് ഇത്രയും വലിയ റേഞ്ചിലുള്ള ബാഗൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാൾ, അപ്പോൾ ഇത് പറയാനായിട്ട് കാര്യം പെൺകുട്ടിക്ക് പെറ്റി അടിച്ചിട്ടുണ്ട്. അതായത് അപ്പോൾ ബസ്സിൻ്റെ ഗ്ലാസ്സൊക്കെ തല്ലി പൊട്ടിച്ചത് കൊണ്ട് 25,000 രൂപ എന്തോ ആണ് പെറ്റി കേസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമാണ്. 25,000 രൂപയുടെയൊക്കെ ബാഗ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക്, ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ 25K പെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാനില്ല. അപ്പം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഇത് റീച്ച് ഉണ്ടാക്കാനായിട്ടുള്ള വൈറലാകാൻ, പെട്ടെന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് പെൺകുട്ടി കണ്ടെത്തിയ ഒരു കാര്യം തന്നെ ആയിരിക്കാം ബസ്സിൽ കയറുക. വേറെ എവിടെ ആണുങ്ങളാരും ഇല്ല. മുട്ടി എന്ന് പറയാനോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഷിംജിതയുടെ പോലെ വന്നാലോ, മുട്ടി എന്ന് പറയുമ്പോൾ ഷിംജിതെ പോലെ ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരില്ലേ? അപ്പം അങ്ങനെ വരാതിരിക്കാൻ ഒന്ന് ഇഷ്യൂ ഉണ്ടാക്കി നോക്കിയത് ഒരു പട്ടി ഷോ കാണിച്ചു കൊടുത്തതാണ്. പക്ഷേ ആ പട്ടി ഷോ അങ്ങ് ചീറ്റിപ്പോയി. എന്തൊക്കെ പ്രഹസനം കാണിച്ചിട്ടും മൊബൈൽ എടുത്ത് വീഡിയോ പിടിച്ചിട്ടും ഡ്രൈവർ ബസ് നിർത്താൻ കൂട്ടാക്കിയില്ല. ഡ്രൈവർ പറഞ്ഞു ഇത് സ്റ്റോപ്പിലേ നിർത്തൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നാണം കെട്ട് ചൂട് നിൽക്കുന്ന അവസ്ഥയിൽ അരിശം മൂത്തിട്ട് പെൺകുട്ടി എന്ത് ചെയ്ത് ബസ്സിൻ്റെ ഗ്ലാസ് അങ്ങ് തല്ലിപ്പൊട്ടിച്ചു. അപ്പോൾ ഈ ബസ്സിൻ്റെ ഗ്ലാസ് തല്ലി പൊട്ടിച്ച പെൺകുട്ടിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എത്ര വലിയ കൊമ്പത്താളാണെന്ന് പറഞ്ഞാലും, അതായത് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ചുറ്റുപാട് നല്ലതുപോലുള്ള വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ ഇനി എത്രയൊക്കെ വലിയ സാമ്പത്തിക ചുറ്റുപാടുണ്ടെങ്കിലും KSRTC ബസ്സിൻ്റെ ഈ ചില്ല് തല്ലി പൊട്ടിക്കാനായിട്ട് നിൻ്റെ അച്ഛൻ്റെ വകയായിരുന്നോ ഈ KSRTC ബസ്? ആയിരുന്നോ?
പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് KSRTC ബസ്. അതിനകത്ത് കയറി ഈ പട്ടി ഷോ കാണിക്കാനും പറയുന്നിടത്ത് വണ്ടി നിർത്തി തരാനും വീട്ടിൽ കൊണ്ടിറക്കി തരാനും നമ്മുടെ ആരുടെയും കുത്തകയല്ല ഈ KSRTC ബസ്. നമ്മുടെ ആരുടെയും കുത്തകയല്ല. നമുക്കതിൽ യാത്ര ചെയ്യാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുക. ഇത് കേസായി വിഷയമായി പെൺകുട്ടി വിചാരിക്കുന്നതിലും അപ്പുറം പോയി. വൈറലാകുകയും ചെയ്തു, എന്നാൽ ഏറി കയറുകയും ചെയ്തു. അപ്പം അത്രയും അപ്പുറം, പെൺകുട്ടി വിചാരിക്കുന്നതിൽ അപ്പുറം സംഭവം പോയപ്പോൾ പെൺകുട്ടി ഒരു നമ്പർ അങ്ങ് ഇറക്കി. എന്താ സംഭവം എന്നറിയാമോ? പെൺകുട്ടിക്ക് മുട്ടി നിൽക്കുകയായിരുന്നു അത്രേ. അപ്പം പെൺകുട്ടിക്ക് മുട്ടി നിൽക്കുകയാണ് എങ്കിൽ ഒന്നുകിൽ ആ കണ്ടക്ടറോട് ചെന്നിട്ട് രഹസ്യമായിട്ട് പറയാം, എനിക്ക് പ്രശ്നം ഗുരുതരമാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമുണ്ട്, എനിക്കൊന്ന് വണ്ടി നിർത്തി തരുമോ എന്ന് ചോദിച്ചാൽ, എന്ന് പറഞ്ഞാൽ 100% ആ വണ്ടി അവിടെ നിർത്തിയിരിക്കും. കാരണം അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവരൊന്നുമല്ല ഈ KSRTC ബസ് ഓടിക്കുന്നവർ. അത് പറയാനായിട്ട് കാരണം എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. KSRTC ബസ്സിൽ പെട്ടെന്ന് ആളുകൾക്ക് അസുഖം കൂടുകയും ഗുരുതരമാവുകയും ചെയ്യുമ്പോൾ ആംബുലൻസ് വരാനോ വിളിക്കാനോ കാത്തു നിൽക്കാതെ അത്രയും യാത്രക്കാരെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഈ സ്ഥലത്ത് ആണ് ഈ പെൺകുട്ടിയുടെ ഈ ഒരു പ്രഹസനം. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് താൻ എനിക്ക് എത്രയും വേഗം ടോയ്ലറ്റിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞാൽ 100% അവർ വണ്ടി അവിടെ നിർത്തിത്തരും. അപ്പോൾ അതൊന്നുമല്ല വിഷയം. കയ്യിൽ നിന്നും പോയി, സംഭവം കയ്യിൽ നിന്നും പോയി. ഈ 25K പറ്റി അതൊന്നും ഒരു വിഷയമേ അല്ല. അതല്ല മെയിനായിട്ടുള്ള വിഷയം. ഇത് അപ്പുറം പോയി കേസാകും, തൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കുറ്റമൊക്കെ വരും എന്ന് കണ്ടപ്പോൾ പെൺകുട്ടിയെടുത്ത ഒരു ന്യായീകരണം, അതാണ് ഒരു അടവ്, അതാണ് ഈ ടോയ്ലറ്റ് കേസ്. പെൺകുട്ടിക്ക് അങ്ങ് മുട്ടി നിൽക്കായിരുന്നു അത്രേ. അതിനകത്ത് മറ്റ് യാത്രക്കാരില്ലായിരുന്നോ? സ്ത്രീകളായിട്ട് വേണമെങ്കിൽ അവരോട് പറയാമായിരുന്നല്ലോ. ഇനിയിപ്പോൾ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ പുരുഷന്മാരാണ്, നാണക്കേടാണെങ്കിൽ അവരോട് പറയാമായിരുന്നല്ലോ. പണ്ടായിരുന്നു ആളുകൾക്ക് മടിയും കാര്യങ്ങളും. ഇപ്പം അങ്ങനെയുള്ള മടിയൊന്നുമില്ല. ഇപ്പം ടോയ്ലറ്റിൽ പോകേണ്ട അവസരമാണെങ്കിൽ ടോയ്ലറ്റ് എവിടെയാണെന്നൊക്കെ ചോദിക്കാനൊന്നും യാതൊരു മടിയില്ല. അല്ലെങ്കിൽ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം, എനിക്ക് അത്യാവശ്യമാണ് എന്ന് പറയാനൊന്നും ഒരു പെൺകുട്ടിക്കും അത്ര മടിയുള്ള കൂട്ടത്തിലൊന്നുമല്ല. കാരണം കാലം അത്രയും പുരോഗമിച്ച്. ആ ഒരു കാലത്ത് അതിങ്ങനെ പറയാൻ വയ്യാതെ വിഷമിച്ച് പിന്നെ ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുകയായിരുന്നോ ചെയ്യേണ്ടത്? ആയിരുന്നോ? അല്ല. അപ്പോൾ ഇത് തിരിച്ചു മറിക്കാൻ നോക്കുകയാണ് പെൺകുട്ടി. അപ്പോൾ ഇവളുടെ അഹങ്കാരം, ഇതേപോലെയുള്ളവരുടെ അഹങ്കാരം ഒരിക്കലും നമ്മൾ വെച്ച് പൊറപ്പിക്കരുത്. സ്ത്രീകൾക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് ഇളവുകൾ ഉണ്ട് നമ്മുടെ നിയമത്തിൽ. അപ്പോൾ അതിൻ്റെ ഒന്നും ആനുകൂല്യത്തിൽ ഇവളെ പോലെയുള്ളവർ ഈ വൈറലാകാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടി ഇതുപോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന, ഇതുപോലെ നമുക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത, വിചാരിക്കാൻ പോലും പറ്റാത്ത, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇവർ ഒരു കാരണവശാലും വെറുതെ വിടരുത്. അതിന് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ സ്ത്രീ എന്നുള്ള ഒരു പരിഗണനയിൽ ഇത് ഇല്ലാണ്ടായി പോകരുത്. സ്ത്രീ എന്നുള്ള ഒരു പരിഗണനയുള്ളത് കൊണ്ട് തന്നെ പലരും പല കാര്യങ്ങളും ചെയ്തിട്ട് ആ ഒരു പരിഗണനയിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കരുത്. പണത്തിൻ്റെ കൊഴുപ്പ്, അതാണ് അവൾ ആ ബസ്സിൽ കാണിച്ചത്. അപ്പം ഇത്രയും കുന്തളിപ്പ് കാണിക്കാതെ വീട്ടിൽ നിന്ന് ഒരു കാറിൽ അങ്ങ് പോന്നാൽ പോരായിരുന്നോ? അതല്ലെന്നുണ്ടെങ്കിൽ ഒരു യൂബർ വിളിച്ച് പോന്നാൽ പോരായിരുന്നോ? അങ്ങനെ വല്ല റെൻ്റേ കാറിലൊക്കെ പോയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ വരുമായിരുന്നു. ഇങ്ങനെ മുട്ടുമ്പം ആ റെൻ്റേ കാറിൻ്റെ ഡ്രൈവർ ഏതെങ്കിലും ഒരു പബ്ലിക് ടോയ്ലറ്റിൽ കൊണ്ട് നിർത്തി തരുമായിരുന്നല്ലോ. അപ്പം ഇതുപോലെയൊക്കെ മുട്ടുമ്പോൾ വണ്ടി നിർത്തണമെങ്കിൽ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശെടുത്ത് ഇതുപോലെ റെൻ്റ് കാറ് വിളിച്ചിട്ട് പോകണം. അല്ലാതെ ഈ പൊതുമുതൽ തല്ലി പൊട്ടിക്കാൻ, നിൻ്റെ അരിശം തീർക്കാൻ ഉള്ള സംഭവമല്ല. അത് നീ ആദ്യം ഓർത്ത് വെച്ചോ. അറിയാമല്ലോ നിനക്ക് ഷിംജിത വിഷയം. കേരളത്തിലെ ഒന്നടങ്കം ജനങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഏതോ ഭാഗ്യത്തിന് ദീപകിൻ്റെ പോലെ ഒരു നിരപരാധി ഇതിൽ പെട്ടില്ല. അങ്ങനെ വല്ല പാവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഷിംജിത ദീപക് ഇഷ്യൂ വന്നില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു നിരപരാധി ഇവളൊക്കെ കുടുക്കിയാണ്. വൈറലാകാൻ വേണ്ടി ഏതറ്റം വേണമെങ്കിലും ഇവളൊക്കെ പോകും. അപ്പോൾ എന്തായാലും നമ്മുടെ നിയമത്തിൻ്റെ ഈ സ്ത്രീ എന്നുള്ള ഒരു പരിഗണനയും കൊടുക്കരുത്. ഇതുപോലെയുള്ള അതിക്രമങ്ങൾ, പൊതുമുതൽ നശിപ്പിച്ചതിന് അതിന് അർഹമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. ഈ 25K പെറ്റിയിലൊന്നും ഒതുങ്ങരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അഹങ്കാരവും അഹന്തയും ഒക്കെ അങ്ങ് വീട്ടിൽ, അല്ലാതെ പൊതുനിരത്തിലല്ല കാണിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.